സ്വാഗതം. നിങ്ങളെപ്പോഴെങ്കിലും ഒരു മോഡേൺ ആർട്ട് ഗാലറിയിൽ പോയിട്ട് വെറുതെ തറയിൽ വെച്ചിരിക്കുന്ന ഒരു കസേര കണ്ട് ഇതാണോ കല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ട് അറിയാതെ കണ്ണ് നിറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത് എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? കല എന്താണെന്ന ചോദ്യം അത് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതൊരു സാധാരണ വഴികളിലൂടെയല്ല. ലിയോ ടോൾസ്റ്റോയുടെ എന്താണ് കല എന്ന പ്രശസ്തമായൊരു ലേഖനമില്ലേ, അതിനെക്കുറിച്ചുള്ള ചില വിശകലനങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അദ്ദേഹം കലയെ കണ്ടത് സൗന്ദര്യമായോ അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്ന ഒന്നായോ അല്ല, മറിച്ച് മനുഷ്യന് സംസാരിക്കുന്നത് പോലെ തന്നെ അത്യാവശ്യമായൊരു കാര്യമായിട്ടാണ്. ഇതൊന്ന് വിശദമായി പരിശോധിച്ചാലോ? തീർച്ചയായും. അവിടെയാണ് ടോൾസ്റ്റോയ് ഒരു വിപ്ലവകാരിയാവുന്നത്. കലയെക്കുറിച്ചുള്ള അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ ധാരണകളെയും അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കലയുടെ അളവുകോൽ സൗന്ദര്യമല്ല, അത് തരുന്ന സന്തോഷമല്ല, അതുണ്ടാക്കാനെടുത്ത കഴിവുപോലുമല്ലെന്ന് അദ്ദേഹം വാദിച്ചു. പകരം അദ്ദേഹം വളരെ ലളിതമായ എന്നാൽ അതിശക്തമായ ഒരു ആശയം മുന്നോട്ട് വെച്ചു. കലയെന്നത് വികാരങ്ങളുടെ ആശയവിനിമയമാണ്. സംസാരം നമ്മുടെ ചിന്തകളെ പങ്കുവെക്കുന്നില്ലേ, അതുപോലെ കല വികാരങ്ങളെ പങ്കുവെക്കുന്നു. അത്രയുള്ളൂ. ശരി, അപ്പോൾ നമുക്ക് ഈ ആശയത്തിന്റെ കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് പോകാം. വികാരങ്ങളുടെ ആശയവിനിമയം എന്ന് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നാം. പക്ഷേ ഉറവിടങ്ങളിൽ ടോൾസ്റ്റോയുടെ ആ നിർവചനം കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അതെന്താണെന്നൊന്ന് പറയാമോ? നിർവചനം ഇങ്ങനെയാണ്: കല ഒരു മനുഷ്യന്റെ പ്രവർത്തനമാണ്. അതിലൂടെ ഒരാൾ താൻ അനുഭവിച്ചറിഞ്ഞൊരു വികാരത്തെ ചില ബാഹ്യ അടയാളങ്ങളിലൂടെ ബോധപൂർവം മറ്റൊരാളിലേക്ക് കൈമാറുന്നു. മറ്റുള്ളവർക്ക് ആ വികാരം പകർന്നു കിട്ടുകയും അവരുമത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിലെ ഓരോ വാക്കും പ്രധാനമാണ്. ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല, ബോധപൂർവം ചെയ്യുന്ന ഒന്നാണ്. എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഉറവിടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്കാണ് ഇൻഫെക്ഷൻ. അതായത് പകരുക എന്ന്. അതൊരു രോഗം പകരുന്ന പോലെയല്ലേ കേൾക്കുമ്പോൾ തോന്നുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊരു വാക്ക് ഉപയോഗിച്ചത്? അത് വെറുമൊരു കമ്മ്യൂണിക്കേഷൻ എന്നതിനേക്കാൾ വലിയ എന്തോ ഒന്നാണെന്ന് തോന്നുന്നു. ആ വാക്ക് തന്നെയാണ് ഈ സിദ്ധാന്തത്തിന്റെ കാതൽ. ഒരു വികാരം പകർന്നു കിട്ടുക എന്നാൽ ആ വികാരത്തെക്കുറിച്ച് ചിന്തിക്കുകയോ വിശകലനം ചെയ്യുകയോ അല്ല, മറിച്ച് അത് നേരിട്ടനുഭവിക്കുകയെന്നതാണ്. നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു കൊച്ചുകുട്ടി ആത്മാർത്ഥമായി പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ചുണ്ടിലും ഒരു ചിരി വിരിയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ശരിയാണ്. നമ്മൾ ചിരിക്കാൻ തീരുമാനിക്കുന്നതല്ല, ആ സന്തോഷം നമ്മളിലേക്കങ്ങ് പകരുകയാണ്. ടോൾസ്റ്റോയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ കല ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ ബുദ്ധിയെ മറികടന്ന് നേരിട്ട് ഹൃദയത്തിൽ സ്പർശിക്കുന്നു. അതെ, ഉറവിടങ്ങളിൽ പറയുന്ന ആ ചെന്നായയുടെ ഉദാഹരണം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഈ ആശയത്തെ വളരെ ലളിതമാക്കുന്നുണ്ട്. ഒരു കുട്ടി ചെന്നായെ കണ്ട് പേടിച്ച അനുഭവം മറ്റുള്ളവരോട് വിവരിക്കുന്നു. അതെ, കഥ പറയുമ്പോൾ അവൻ ആ ഭയം വീണ്ടും അനുഭവിക്കുന്നു. അവന്റെ ശബ്ദത്തിലെ വിറയലും ആ കണ്ണുകളിലെ പേടിയുമൊക്കെ കണ്ട് കേൾക്കുന്നവർക്കും അതേ ഭയം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ടോൾസ്റ്റോയുടെ അഭിപ്രായത്തിൽ അതൊരു കലയാണ്. അതെ, അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ആ കുട്ടി ചെന്നായെ കണ്ടിട്ടേ ഉണ്ടാവില്ല. അവൻ ഭയം എന്ന വികാരം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി ആ കഥ ഉണ്ടാക്കിയതാണെങ്കിലും അത് ആത്മാർത്ഥമാണെങ്കിൽ, കേൾക്കുന്നവർക്ക് ആ വികാരം കിട്ടുന്നുണ്ടെങ്കിൽ അതും കലയാണ്. ഇവിടെയാണ് ടോൾസ്റ്റോയ് കലയെ പണ്ഡിതന്മാരുടെയും വിമർശകരുടെയും കയ്യിൽ നിന്നെടുത്ത് സാധാരണ മനുഷ്യനിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരാളിലേക്ക് ഒരു വികാരം എത്തിക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു കലാകാരനാണ്. അപ്പോൾ കല വികാരങ്ങളുടെ ഭാഷയാണെങ്കിൽ ടോൾസ്റ്റോയ് അതിനെ സംസാരവുമായി താരതമ്യം ചെയ്യുന്നുണ്ടല്ലോ. കലയും സംസാരവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് അതൊരു കുറച്ച് കടന്ന കൈയല്ലേ? നമുക്ക് സംസാരിക്കാതെ ജീവിക്കാൻ പറ്റില്ല, പക്ഷെ കലയില്ലാതെ ജീവിക്കാമല്ലോ. ഉപരിപ്ലവമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ ടോൾസ്റ്റോയുടെ വാദം അതല്ല. രണ്ടും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ആശയവിനിമയ രൂപങ്ങളാണ്. സംസാരം എന്തു ചെയ്യുന്നു? അത് ചിന്തകളെ കൈമാറുന്നു. തലമുറകളായി നമ്മൾ നേടിയെടുത്ത അറിവുകൾ, ശാസ്ത്രീയ കണ്ടെത്തലുകൾ, നിയമങ്ങൾ, തത്വചിന്തകൾ ഇതെല്ലാം നിലനിൽക്കുന്നത് സംസാരമെന്ന ചിന്തകളുടെ ഭാഷയിലൂടെയാണ്. അത് നമ്മുടെ ബൗദ്ധിക ലോകം കെട്ടിപ്പടുക്കുന്നു. ശരിയാണ്. അപ്പോ കലയോ? കല നമ്മുടെ വൈകാരിക ലോകം കെട്ടിപ്പടുക്കുന്നു. സഹാനുഭൂതി, സ്നേഹം,
ദുഃഖം, ധൈര്യം, ഈ വികാരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ശരിക്കും പഠിക്കുന്നത്? കഥകളിലൂടെ, പാട്ടുകളിലൂടെ, ചിത്രങ്ങളിലൂടെയൊക്കെയാണ്, അല്ലേ? സംസാരം നമ്മളെ ഒരുമിച്ച് ചിന്തിക്കാൻ പഠിപ്പിക്കുമ്പോൾ കല നമ്മളെ ഒരുമിച്ച് അനുഭവിക്കാൻ പഠിപ്പിക്കുന്നു. ഒരു സമൂഹം നിലനിൽക്കാൻ ചിന്തകൾ മാത്രം മതിയോ? വികാരങ്ങൾ വേണ്ടേ? ഈ വൈകാരികമായ ഒത്തുചേരലാണ് ഒരു സമൂഹത്തെ യഥാർത്ഥത്തിൽ ഒന്നിപ്പിക്കുന്നത്. ഈ ആശയത്തിന് കൂടുതൽ ബലം നൽകാനാണ് ഉറവിടങ്ങളിൽ കാസ്പർ ഹൗസർ എന്നൊരാളുടെ വിചിത്രമായ കഥ പറയുന്നത്, അല്ലേ? ഞാനിതിനു മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. സംസാരമില്ലാത്തൊരവസ്ഥയുടെ ഭീകരത കാണിക്കാനാണ് ഈ ഉദാഹരണം. അതെ, അതൊരു ദുരന്ത കഥയാണ്. 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നടന്ന ഒരു സംഭവമാണ്. കാസ്പർ ഹൗസർ എന്നൊരു കൗമാരക്കാരനെ ഒരു ദിവസം തെരുവിൽ കണ്ടെത്തുകയാണ്. അവന് സംസാരിക്കാനോ നേരെ നടക്കാനോ അറിയില്ലായിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ജനിച്ചതു മുതൽ അവനെ പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു ചെറിയ മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന്. അവൻ ഒരിക്കലും മനുഷ്യരുമായി സംസാരിച്ചിട്ടില്ല. ഭയാനകം തന്നെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവനൊരു മനുഷ്യ ശരീരമുണ്ടായിരുന്നു, ബുദ്ധിയുണ്ടായിരുന്നു. പക്ഷേ ചിന്തകൾ പങ്കുവയ്ക്കാനുള്ള ഭാഷ അവനില്ലായിരുന്നു. അതുകൊണ്ട് മനുഷ്യർ ഒരുമിച്ച് നേടിയെടുത്ത ഒരറിവും അവനുണ്ടായിരുന്നില്ല. ടോൾസ്റ്റോയിയുടെ വാക്കുകളിൽ അവനൊരു കാട്ടുമൃഗത്തെപ്പോലെയായിരുന്നു. ഓക്കേ. സംസാരമില്ലായ്മ ഒരു വ്യക്തിയെ എത്രമാത്രം ഒറ്റപ്പെടുത്തും എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു കാസ്പർ ഹൗസർ. ക്ഷമിക്കണം, എനിക്കിവിടെ ഒരു സംശയം. കാസ്പർ ഹൗസറിന്റെ കഥ സംസാരത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പക്ഷേ കലയില്ലെങ്കിൽ മനുഷ്യരാശി മുഴുവൻ ക്രൂരന്മാരും ഒറ്റപ്പെട്ടവരുമായി തീരും എന്ന് ടോൾസ്റ്റോയ് പറയുന്നത് ഒരു വലിയ അവകാശവാദമായി തോന്നുന്നു. കാരണം ലോകത്ത് എത്രയോ കലാകാരന്മാരുണ്ട്, വളരെ ക്രൂരമായി പെരുമാറുന്നവർ. അപ്പോൾ ഈ സിദ്ധാന്തം എങ്ങനെ ശരിയാകും? വളരെ നല്ലൊരു ചോദ്യമാണ്. ടോൾസ്റ്റോയ് ഇവിടെ ഒരു ലോജിക്കൽ സ്റ്റെപ്പ് എടുക്കുകയാണ്. ചിന്തകളുടെ ലോകത്ത് ഭാഷയില്ലാത്തത് കാസ്പർ ഹൗസറിനെ ഒറ്റപ്പെടുത്തിയെങ്കിൽ, വികാരങ്ങളുടെ ലോകത്ത് കലയില്ലാത്തത് നമ്മളെ ഓരോരുത്തരെയും വൈകാരികമായി ഒറ്റപ്പെടുത്തും. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷമോ ദുഃഖമോ അറിയാതെ സ്വന്തം വികാരങ്ങളുടെ ഒരു തടവറയിൽ ജീവിക്കുന്ന വൈകാരികമായ കാസ്പർ ഹൗസർമാരായി മാറും. ഈ വൈകാരികമായ ഒറ്റപ്പെടലാണ് മനുഷ്യനെ ക്രൂരനാക്കുന്നത്. മറ്റൊരാളുടെ വേദന നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ ദ്രോഹിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ കല ഒരുതരം എംപതി മെഷീൻ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നിങ്ങളൊരു നോവല് വായിച്ച് അതിലെ കഥാപാത്രത്തിന്റെ വേദനയെ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിരഹഗാനം കേട്ട് വിഷമിക്കുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്കല്ലാതായിത്തീരുന്നു. ആ നിമിഷം നിങ്ങൾ ആ വികാരമുണ്ടാക്കിയ കലാകാരനുമായും ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് അതേ വികാരം അനുഭവിക്കുന്ന മറ്റെല്ലാവരുമായും ഒരു വൈകാരിക ചരടാൽ ബന്ധിക്കപ്പെടുന്നു. നിങ്ങളുടെ ഞാൻ എന്ന ചിന്ത അലിഞ്ഞില്ലാതാവുന്നു. ഈ വൈകാരിക ഐക്യമാണ് കലയുടെ പരമമായ ലക്ഷ്യം. ഇതാണ് നമ്മളെ മനുഷ്യരാക്കുന്നതും ക്രൂരരാകാതെ തടയുന്നതും. ഇത് കലയെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും തലകീഴായി മറിക്കുന്നുണ്ട്. സൗന്ദര്യം, ആനന്ദം, വൈദഗ്ധ്യം ഇവയെല്ലാമാണ് നമ്മൾ സാധാരണ കലയുടെ അളവുകോലായി കാണുന്നത്. ടോൾസ്റ്റോയ് ഇവയെ ഓരോന്നായി എതിർക്കുന്നുണ്ടല്ലേ? നമുക്കതൊന്ന് പരിശോധിക്കാം. ആദ്യത്തേത് സൗന്ദര്യം. അതെ, അദ്ദേഹം അതിനെ നിഷ്കരുണം തള്ളിക്കളയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു ചിത്രം കാണാൻ എത്ര ഭംഗിയുണ്ടെന്നോ ഒരു കവിത വായിക്കാൻ എത്ര ഇമ്പമുണ്ടെന്നോ അല്ല പ്രധാനം. ഉദാഹരണത്തിന്, യുദ്ധത്തിന്റെ ഭീകരത കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത അലങ്കോലപ്പെട്ട ഒരു ഫോട്ടോ, അത് കാണുന്നവരിൽ ഭയവും ദുഃഖവും നിറയ്ക്കുന്നുണ്ടെങ്കിൽ, മനോഹരമായ വർണ്ണങ്ങളുള്ള പക്ഷെ ഒരു വികാരവും തരാത്തൊരു പൂവിന്റെ ചിത്രത്തെക്കാൾ എത്രയോ മികച്ച കലയാണ് ആ ഫോട്ടോ. ശരി, കാരണം അത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്നൊരു വികാരം പങ്കുവയ്ക്കുന്നു. സൗന്ദര്യം പലപ്പോഴും വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു തടസ്സം പോലുമാകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി. അടുത്തത് ആനന്ദം. കല നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണല്ലോ നമ്മുടെ എല്ലാം ഒരു വിചാരം. ഒരു മോശം ദിവസമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഒരു നല്ല സിനിമ കാണാനോ പാട്ട് കേൾക്കാനോ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ധാരണയെയും ടോൾസ്റ്റോയ് തകർക്കുന്നു. കലയുടെ ലക്ഷ്യം നിങ്ങളെ രസിപ്പിക്കലല്ല, മനുഷ്യരെ ഒന്നിപ്പിക്കലാണ്. ആ ലക്ഷ്യത്തിലെത്താൻ ചിലപ്പോൾ സന്തോഷം ഉപയോഗിക്കാം, ചിലപ്പോൾ ദുഃഖം ഉപയോഗിക്കാം, ചിലപ്പോൾ ഭയം ഉപയോഗിക്കാം. ഒരു ദുരന്ത നാടകം കണ്ട് തിയേറ്ററിലുള്ള എല്ലാവരും ഒരുമിച്ച് കരയുമ്പോൾ അവർക്കിടയിൽ ഒരു വലിയ വൈകാരിക ബന്ധം സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അത് ആനന്ദമല്ല, പക്ഷെ അത് കലയുടെ ധർമ്മം നിറവേറ്റുന്നു.
ആനന്ദം കലയുടെ ഒരു ലക്ഷ്യമല്ല, ഒരുപക്ഷെ അതിന്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ്. അവസാനമായി വൈദഗ്ധ്യം. ഇതാണ് ഒരുപക്ഷെ അംഗീകരിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം. സാങ്കേതികമായി കഴിവില്ലാത്തൊരാൾക്ക് എങ്ങനെ നല്ല കലാകാരനാകാൻ കഴിയും? ടോൾസ്റ്റോയ് ഷേക്സ്പിയറെയും ബീതോവനെയും വരെ വിമർശിച്ചുവെന്ന് ഉറവിടങ്ങളിൽ പറയുന്നുണ്ടല്ലോ. അത് കുറച്ച് കടന്ന കൈയല്ലേ? അത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ അദ്ദേഹത്തിന്റെ വാദഗതിക്ക് ഒരു സ്ഥിരതയുണ്ട്. സാങ്കേതിക വൈദഗ്ധ്യം എന്നത് വികാരം പങ്കുവെക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. വികാരം അല്ലെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ലെങ്കിൽ എത്ര സങ്കീർണമായ ഉപകരണം ഉപയോഗിച്ചിട്ടും കാര്യമില്ല. ഷേക്സ്പിയറുടെയും ബീഥോവന്റെയും അവസാനകാലത്തെ സൃഷ്ടികളെ അദ്ദേഹം വിമർശിച്ചത് അവ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്ര സങ്കീർണമായി മാറി എന്നദ്ദേഹം കരുതിയതുകൊണ്ടാണ്. ഒരു ചെറിയ പണ്ഡിത വിഭാഗത്തിന് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായി മാറിയത്. കലയുടെ ലക്ഷ്യം മുഴുവൻ മനുഷ്യരാശിയും ഒന്നിപ്പിക്കലാണെങ്കിൽ ജനസംഖ്യയുടെ 1% മാത്രം മനസ്സിലാകുന്ന കല എങ്ങനെയാ ലക്ഷ്യം നേടും? അത് സാർവത്രികമല്ലാതാവുകയും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കളിയായി മാറുകയും ചെയ്യുന്നു. അത്തരം കലയെയാണ് അദ്ദേഹം വ്യാജകല, കൗണ്ടർഫീറ്റ് ആർട്ട് എന്ന് വിളിച്ചത്. അതിന് കലയുടെ രൂപമുണ്ട്, പക്ഷെ ആത്മാവില്ല. അതോ എനിക്ക് മനസ്സിലായത് ശരിയാണെങ്കിൽ ഇതൊരു കലാസിദ്ധാന്തം മാത്രമല്ല, ഇത് ടോൾസ്റ്റോയുടെ ജീവിത ദർശനം തന്നെയാണ്, അല്ലേ? സമൂഹത്തിലെ ഉയർന്ന വർഗത്തോടുള്ള അദ്ദേഹത്തിന്റെ വിമർശനം, ആത്മാർത്ഥതയ്ക്കു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണം, സാർവത്രിക സാഹോദര്യം എന്ന അദ്ദേഹത്തിന്റെ ആദർശം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കലാസിദ്ധാന്തത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കലാസിദ്ധാന്തത്തെയും ജീവിതത്തെയും വേർതിരിച്ചു കാണാൻ കഴിയില്ല. സമ്പത്തും പ്രശസ്തിയും ഉപേക്ഷിച്ച് ഒരു സാധാരണ കർഷകനെപ്പോലെ ജീവിക്കാൻ ശ്രമിച്ച ഒരാളിൽ നിന്നാണ് ഈ ആശയങ്ങൾ വരുന്നത്. അതുകൊണ്ടുതന്നെ കല അദ്ദേഹത്തിന് ജീവിതത്തെ അലങ്കരിക്കാനുള്ളൊരു വസ്തുവല്ലായിരുന്നു, മറിച്ച് ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതും മനുഷ്യത്വപരവുമാക്കാനുള്ള ഒരു അടിസ്ഥാന ഉപകരണമായിരുന്നു. അപ്പോൾ എന്താണ് കല എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ടോൾസ്റ്റോയുടെ ഉത്തരം ഇതാണ്: അത് സൗന്ദര്യമോ ആനന്ദമോ അല്ല, വികാരങ്ങളുടെ ഭാഷയാണ്. മനുഷ്യരാശിയെ ഒറ്റപ്പെടലിൽ നിന്നും ക്രൂരതയിൽ നിന്നും രക്ഷിക്കാനും നമ്മെ പരസ്പരം ബന്ധിപ്പിക്കാനും സംസാരം പോലെ തന്നെ അത്യാവശ്യമായ ഒരു ഉപകരണമാണത്. അതെ, പക്ഷേ ഇതൊരു കർശനമായ, ഒരുപക്ഷെ വളരെ ഇടുങ്ങിയതുമായ ഒരു നിർവചനമാണെന്ന് നമ്മൾ സമ്മതിക്കണം. വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ഈ നിർവചനം വെച്ച് നോക്കിയാൽ ഒരുപാട് മികച്ച കലാരൂപങ്ങളെ നമുക്ക് തള്ളിക്കളയേണ്ടി വരും. അതായത് നമ്മളെ ചിന്തിപ്പിക്കുന്ന കല, പലതരം വ്യാഖ്യാനങ്ങൾക്ക് സാധ്യത നൽകുന്ന കല, അല്ലെങ്കിൽ ബുദ്ധിപരമായി നമ്മളെ വെല്ലുവിളിക്കുന്ന കലകൾക്കൊന്നും ടോൾസ്റ്റോയുടെ സിദ്ധാന്തത്തിൽ വലിയ സ്ഥാനമില്ല. അദ്ദേഹം ഒരുപക്ഷെ ഇന്നത്തെ മിക്ക ആധുനിക കലകളെയും വെറുക്കുമായിരുന്നു. ശരിയാണ്. എങ്കിലും അതിന്റെ കാതൽ, അതായത് യഥാർത്ഥ കല മനുഷ്യർക്കിടയിൽ ആത്മാർത്ഥമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു എന്ന ആശയം, അതിന്നും വളരെ ശക്തവും പ്രസക്തവുമാണ്. തീർച്ചയായും. ഡിജിറ്റൽ ലോകത്ത് നമ്മൾ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷെ ടോൾസ്റ്റോയുടെ ആശയങ്ങൾക്ക് എന്നത്തേക്കാളും പ്രസക്തിയുണ്ട്. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം തരാം. അടുത്ത തവണ നിങ്ങൾ കല എന്ന് വിളിക്കുന്ന എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ, അതൊരു സിനിമയോ പാട്ടോ ഒരു പെയിന്റിങ്ങോ എന്തിന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലുമോ ആകട്ടെ, അത് നല്ലതാണോ അല്ലെങ്കിൽ ഭംഗിയുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനു പകരം ടോൾസ്റ്റോയുടെ ഈ ചോദ്യം സ്വയം ചോദിച്ചു നോക്കുക: ഒരു യഥാർത്ഥ വികാരം എന്നിലേക്ക് പകരുന്നുണ്ടോ? ഇത് കണ്ടപ്പോൾ എനിക്ക് ലോകത്ത് ഞാൻ ഒറ്റക്കല്ല എന്ന് തോന്നിയോ? ഇതെന്നെ ആ കലാകാരനുമായി അല്ലെങ്കിൽ മറ്റു മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ കണ്ടെത്തലുകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം.